ടെററിസം എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് ടെററിസമാണ് ഓടി വരുന്നത്? ജൈന മതക്കാരുടെ ടെററിസം ആരെങ്കിലും മനസ്സിലേക്ക് വന്നോ? ഒന്ന് കൈവക്കാവോ? ജൈന മത ടെററിസം വന്ന ആളുകൾ ഇല്ല. ബുദ്ധമത ടെററിസം വന്നവർ ആരെങ്കിലും വന്നോ? ഒരാളെയും വന്നിട്ടില്ല. ഹിന്ദു ടെറർ അത് വന്ന ആളുകളുണ്ടോ? ഒരാളുണ്ട്. യെസ്. ഇസ്ലാമിക് ടെറർ അത് മനസ്സിലേക്ക് വന്ന ആളുകൾ, അതാണ് കൈ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇസ്ലാമിനോട് എന്താ പ്രത്യേകിച്ച് വല്ല വിരോധമുണ്ടോ അങ്ങനെ തോന്നാൻ? എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ? അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തെ നമ്മൾ പറയുമ്പോൾ ഒരു ഫ്രീക്വൻസി ബയസ് ആണത്. അതൊരു കോഗ്നേറ്റീവ് ബയസ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ കാണാൻ പറ്റും. മീശമാധവൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ചേക്കിലൊരു ഒരു കളവ് നടന്നു കഴിഞ്ഞാൽ ആ കളവ് ആര് നടത്തിയെന്നായിരുന്നു ആ നാട്ടുകാർ ആദ്യം ചിന്തിച്ചിരുന്നത്? അത് മീശമാധവനായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ കാരണം? അവർ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല. അത് പറയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. കാലങ്ങളായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കളവ് മുഴുവൻ പിടിക്കപ്പെടുമ്പോൾ അവസാനം അത് ആരാണ്? അത് മീശമാധവനായിരുന്നു. അപ്പൊ പിന്നെ അടുത്തൊരു കളവ് നടക്കുമ്പോൾ അത് വേറൊരാളെ സംശയിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. അവർ സ്വാഭാവികമായിട്ടും ഇതും മാധവൻ തന്നെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ അത് ശരിയാണോ അങ്ങനെ ചിന്തിക്കുന്നത്? അല്ല, ശരിയല്ല തന്നെയാണ് നമ്മൾ പറയുന്നത്. അതൊരു ബയസാണ്. അതൊരു ഫ്രീക്വൻസി ബയസ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതായത് നിരന്തരം ഒരേ സംഗതി ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഒരേ ആശയത്തിന്റെ പേരിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഇവന്റ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇന്ന ആശയക്കാരൻ അല്ലെങ്കിൽ ഇന്ന ആള് ഇന്ന കൂട്ടം അവർ ചെയ്തതാകാനേ സാധ്യതയുള്ളൂ എന്ന് നമ്മൾ വിധി എഴുതി.